Namaskaram, football fans. Finally, it's official. It's confirmed. Kylian Mbappe is leaving PSG. Real Madrid is loading. Now, Real Madrid in the news confirmed. It's clearly understood. വേറെ ഒരു ക്ലബ്ബുകളും ആ ഒരു ഡിസ്കഷനിലേക്കില്ല. He is directly going into Real Madrid. In fact, Kylian Mbappe ഒരു ലോങ് പോസ്റ്റ്, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു towards the PSG fans that he is moving out and ഈ വരുന്ന സൺഡേ ആയിരിക്കും പി എസ് ജിയിൽ തന്റെ പാർക്ക് ഡേ ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു സ്റ്റേഡിയത്തിന്റെ പേര്, അവസാനത്തെ മത്സരം കിലിയൻ എംബാപ്പെ പി എസ് ജിക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഓൾ അതർ മെസ്സേജസ് സ്വാഭാവികമായിട്ടും പി എസ് ജിയിലേക്ക് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ബട്ട് ഈസ് ഗോയിങ് ടു റിയൽ മാഡ്രിഡ് ആൻഡ് പി എസ് ജിയെ സംബന്ധിച്ച് ഫ്രം എ ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ, യെസ്, യു ആർ ലൂസിങ് വൺ ഓഫ് യുവർ ബിഗസ്റ്റ് സ്റ്റാർസ് ഫോർ ഫ്രീ. എത്ര എമൗണ്ടുകളാണ് താൻ വേറെ സ്റ്റാർസിന് വേണ്ടി പേ ചെയ്തിരിക്കുന്നത്, പക്ഷേ യു ആർ ലൂസിങ് കിലിയൻ എംബാപ്പെ ഫോർ അബ്സല്യൂട്ട്ലി സീറോ എമൗണ്ട് ഓഫ് മണി. ആൻഡ് റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ദേ ആർ ഗെറ്റിംഗ് കിലിയൻ എംബാപ്പെ ഫോർ നത്തിങ്. പക്ഷെ പി എസ് സിയെ സംബന്ധിച്ച് ടോട്ടൽ എമൗണ്ട് എല്ലാം കൂടെ പറയപ്പെടുന്ന ഒരു 220 million ഗ്രോസ്. അതായത് അത്രത്തോളം സാലറി, മറ്റേ എന്താ പറയണ ഈ ഇമേജ് റൈറ്റ്സ്, മറ്റേത് മറിച്ചത് എല്ലാം കൂടെ കഴിഞ്ഞ് പി എസ് ജിയുടെ ഫൈനാൻഷ്യൽസിൽ നിന്ന് കുറയും. അത് പറയുമ്പോൾ തന്നെ ചില കണക്കിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 പ്ലേയേഴ്സിന്റെ മൊത്തത്തിലുള്ള ഗ്രോസ് ഇൻകം തന്നെ കുറയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഇതേക്കൊണ്ട് റീഇൻവെസ്റ്റ് ഇൻ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ റീഡെവലപ്മെന്റ് പ്ലാനിലേക്ക് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്, വിച്ച് ഇസ് ഫെയർ എനഫ്. റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഒരു 100-150 million അല്ലെങ്കിൽ അപ് ടു 200 million കിലിയൻ എംബാപ്പയ്ക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ഫീക്ക് കൊടുക്കുന്ന എമൗണ്ട് അത് അവർ ലാഭിച്ചു. അത്രയ്ക്ക് ഹൈ സാലറിയിലല്ല വരുന്നത്. കിലിയൻ എംബാപ്പയ്ക്ക് ആദ്യമേ ഓഫർ ചെയ്ത സാലറിനേക്കാളും കുറച്ചും കൂടെ കുറച്ചാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇമേജ് റൈറ്റ്സ് മറ്റേത് മറിച്ചും കുറച്ച് കാര്യങ്ങളുണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി ഹി വിൽ ബി ഹെഫ്റ്റിലി പെയ്ഡ്. അതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതിൽ സംശയമില്ല, അത്രേ ഉള്ളൂ. സോ കിലിയൻ എംബാപ്പെ ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു റിയൽ മാഡ്രിഡ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വേർ വിൽ ഹി പ്ലേ? കാരണം റോഡ്രിഗോ ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, ജൂഡ് ബെല്ലിംഗം ഉണ്ട്, ജോസലു മേ ബി നോട്ട് ദർ പ്രൈം ഓർ എലീറ്റ് സ്ട്രൈക്കർ. ആൻഡ് കിലിയൻ എംബാപ്പെ റിയൽ മാഡ്രിഡ് ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറിന് വേണ്ടി പോകുന്നതായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് എവിടെയും കേൾക്കാനില്ല. ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നു ഹി വിൽ സ്റ്റിൽ ഗോ അഹെഡ് ആൻഡ് പ്ലേ ആസ് എ നമ്പർ 9. അതിനാണ് ചാൻസ് കൂടുതൽ. കാരണം വിനി ജൂനിയർ തന്റെ സ്പോട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് കിലിയൻ എംബാപ്പെ ആൻഡ് വിനി ജൂനിയർ അവർ രണ്ടുപേരും ഇന്റർചേഞ്ചബിൾ റോൾ ആയിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത്. ജൂഡ് ബെല്ലിംഗം വിൽ കം അഗൈൻ. എനിക്ക് തോന്നുന്നു പ്ലേ മോസ്റ്റ്ലി ലൈക്ക് 4-3-3 അല്ലെങ്കിൽ ഒരു 4-2-3-1. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 4-4-2 ഡയമണ്ട് ആണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിപ്പ് ഓഫ് ദ ഡയമണ്ടിൽ ജൂഡ് ബെല്ലിംഗം ആയിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബി എ പ്രോപ്പർ 4-2-3-1. ആൻഡ് റൈറ്റ് സൈഡിൽ റോഡ്രിഗോക്കും കളിക്കാം. യു ക്യാൻ ഹാവ് റോഡ്രിഗോ, ബെല്ലിംഗം, വിനീഷ്യസ് ജൂനിയർ ആൻഡ് യു ക്യാൻ ഹാവ് എംബാപ്പെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വേറൊരു മിഡ്ഫീൽഡറിന്റെ ഒരു കുറവ് അവിടെ കാണേണ്ടി വരും. യു ക്യാൻ ഹാവ് ക്രൂസ്, മോഡ്രിച്ച്, ചുമേനി ആൻഡ് ദെൻ കാമവിംഗ. ഇതിന് രണ്ടുപേർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ക്രൂസ് ആസ് യു ഓൾ നോ, പ്രായവും കാര്യങ്ങളും. മോഡ്രിച്ച്, ക്രൂസ് ഉണ്ട്. So there will be a lot of permutations and combinations in for Carlo Ancelotti coming into the coming season. But it will be fascinating. എല്ലാവരും പറയുന്നത് എന്നാ പോയി UCL തീർന്നു, മറ്റേത് മറിച്ചത്, UCL റിയൽ മാഡ്രിഡ് കൊണ്ടുപോകുന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമല്ല. യു സ്റ്റിൽ നീഡ് എവറിബഡി ടു ജെൽ ടുഗദർ. ആ ജെൽനെസ് കൊണ്ടുവരേണ്ടി വരും. പക്ഷെ കൺസിഡറിങ് ഹൗ എത്ര നല്ല ഐക്യൂലാണ് എംബാപ്പെ കളിക്കുന്നത് എന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ജെല്ലി ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈഗോ ക്ലാഷും മറ്റേത് മറിച്ചൊക്കെ നോക്കേണ്ടി വരും. പക്ഷെ ഓൺ ദ പിച്ച് എന്ത് ഈഗോ ക്ലാഷ്? ബോൾ പാസ് ചെയ്യുക, കിട്ടുക, ഗോൾ അടിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഉള്ളൂ. ആൻഡ് ആസ് ലോങ് ആസ് യു ഹാവ് ഡോൺ കാർലോ ആൻസലോട്ടി, ഐ തിങ്ക് എവറിത്തിങ് ഷുഡ് ഫോൾ ഇൻ പ്ലേസ്. ബട്ട് ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് നാളുകൾക്ക് ശേഷം മാസീവ് ട്രാൻസ്ഫർ ന്യൂസ്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് FSK from Footballers Life. And I'm wondering, what if PSG wins the Champions League next year? Who knows? Take care. Bye-bye.